മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി NSS മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. ജനാധിപത്യ ധ്വംസനമാണ് നടന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. മാനദണ്ഡങ്ങൾ പരിഗണിച്ചാൽ രമേശ് ചെന്നിത്തലയാണ് യോഗ്യനെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രതികരിച്ചു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത് കോൺഗ്രസ് കീഴ്വഴക്കങ്ങൾ മറികടന്നു. ജനാധിപത്യ രീതിയിലല്ല മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. മാനദണ്ഡങ്ങൾ പരിഗണിച്ചാൽ രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ. മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല, ജനാധിപത്യ മര്യാദ പാലിച്ചിട്ടില്ല ഇതിനകത്തെന്ന് പറഞ്ഞതിൻ്റെ കാര്യത. ജനാധിപത്യ മര്യാദകളോ മാനദണ്ഡങ്ങളോ പാലിക്കാതുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. വ്യക്തിപരമായി പറഞ്ഞാൽ എല്ലാവരും 3 പേരും യോഗ്യരായിരുന്നു. പക്ഷേ ആ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങേരായിരുന്നു മുൻപന്തിയിൽ. വി.ഡി. സതീശനെതിരെ നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ G. സുകുമാരൻ നായർ ആവർത്തിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NSS ആസ്ഥാനത്തെത്തി വി.ഡി. സതീശൻ സഹായം അഭ്യർത്ഥിച്ചതും NSS സഹായം ലഭിച്ച ശേഷം തള്ളിപ്പറഞ്ഞതും G. സുകുമാരൻ നായർ ഓർമ്മിപ്പിച്ചു. സമുദായ നേതാക്കന്മാരുടെ തിണ്ണം നിറങ്ങരുത് എന്ന് പറയാൻ വി.ഡി. സതീശന് എന്ത് യോഗ്യതയെന്നും മുഖ്യമന്ത്രിയായ ശേഷവും സതീശനെതിരെ NSS ജനറൽ സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം. ഒരു പ്രാവശ്യം അയാൾ ഇവിടെ വന്നിരുന്നു, ഈ വക ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു, ബന്ധപ്പെട്ട അതിനുള്ള വഴികൾ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു, അതിനുവേണ്ട ആളുകളെ ബന്ധപ്പെടുത്തി കൊടുത്തു. അതനുസരിച്ച് അങ്ങനെ കൂടെയാണ് അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പം നേരെ ഞാൻ അത് പറയുന്നില്ല, സമുദായ നേതാക്കളുടെ തിണ്ണെ പോയി നിരങ്ങിക്കൂടാ എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? വി.ഡി. സതീശനെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പുതിയ കണ്ടുപിടുത്തമാകുമെന്നും G. സുകുമാരൻ നായരുടെ പരിഹാസം. ജനം, കോട്ടയം.